ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അവിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് അവിൽ ചേർക്കുവാണ്. ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3 ഗ്ലാസിൻ്റെ അളവാട്ടോ കാണിക്കുന്നത്. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് എടുത്തൊന്ന് പൊടിച്ച് നോക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് കപ്പലണ്ടിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പും കുറച്ചും കൂടി ആയിട്ട് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കപ്പലണ്ടി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചാൽ പാനിലെ ചൂട് കൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്കതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ വലിപ്പമുള്ള ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. സാധാരണ അവിൽ മിൽക്കിന് പാളയംകോടൻ പഴമാണ് എടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോബസ്റ്റ പഴം എടുക്കാം. ഇതിപ്പം വലിപ്പമുള്ളതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് പഴം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ട് പഴം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബൂസ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ലിറ്റർ നല്ല കട്ടിയുള്ള തണുത്ത പാല് ചേർക്കുവാണ്. വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാല് വേണം ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഴവും പാലായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. തണുത്ത പാലിലേക്ക് ബൂസ്റ്റ് ചേർത്ത സമയത്ത് മിക്സായി കിട്ടാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ആ പഴവും പഞ്ചസാരയും കൂടെ ഉടച്ചെടുത്ത സമയത്ത് ബൂസ്റ്റും കൂടെ ചേർക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സായി വന്നോളും. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല തണുത്ത പാല് ചേർത്തത് കൊണ്ട് ഇനി തണുപ്പിച്ചെടുക്കുന്നില്ല. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 3 ടേബിൾ സ്പൂൺ വീതം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായിരിക്കും ടേസ്റ്റ്. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിലും ക്രഷ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം. ഇനി ഗ്ലാസ് ഫില്ലാകുന്ന രീതിയിൽ നമുക്ക് പാലിൻ്റെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി അവിലും ക്രഷ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാക്കി ഉടനെ തന്നെ കുടിക്കാം കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.